ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൈപുണ്യം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മീൻ കറിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് മീൻ കറി വെക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് വന്ന് ഒരു അര തക്കാളി, ഒരു 2-3 ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്, നല്ല പുളിയുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്, താളിക്കാൻ കറിവേപ്പില. ഇവിടെ ഞാനിന്ന് 3 ചെറിയ അയലയാണ് എടുത്തിരിക്കുന്നത്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി എങ്ങനെയാണ് മീൻ കറി വെക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഇരുമ്പ് ചീനിച്ചട്ടിയാണ്. അതിലാണ് ഞാനിന്ന് മീൻ കറി വെക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കണം. ഒഴിച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/4 സ്പൂൺ ഉലുവായും ഇട്ട് കൊടുക്കണം. കടുക് നല്ല പൊട്ടി ഉലുവ ഒന്ന് നല്ല മൂത്ത് വരണം. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം. അത് നല്ല ഒന്ന് ചുമക്കണം. ഉള്ളി ചുമന്ന് വരുമ്പോൾ പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല ഇളക്കണം. ഉള്ളി നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളിയും ഒന്ന് നല്ല വഴണ്ട് വരണം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോയുടെ താഴെ കൈപുണ്യത്തിൻ്റെ അടുത്ത് ഒരു റെഡ് കളർ ബട്ടൺ ഉണ്ട്, അത് നിങ്ങൾ പ്രസ് ചെയ്യണം. അതേപോലെ തന്നെ അതിനടുത്ത് ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതും പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ മല്ലിപ്പൊടി ഇടണം. ഞാൻ ഈ മല്ലിപ്പൊടിയിൽ മഞ്ഞളും ഒരു 1/4 സ്പൂണ് ഉലുവായും വറുത്ത് പൊടിച്ച് ചേർത്തതാണ്. അത് വന്ന് നല്ല എണ്ണയിലിട്ടൊന്ന് നല്ല വഴറ്റണം. കരിഞ്ഞു പോകാതെ നോക്കണം. തീ കുറച്ച് വയ്ക്കണം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കണം. അത് ചെറുതായിട്ട് തിള വരട്ട്. മുളക് പൊടിയുടെ മണമെല്ലാം ഒന്ന് മാറണം. മാറിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങായും ഇട്ട് കൊടുക്കണം. ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത് ഒരു 2 നിമിഷം അടച്ച് വയ്ക്കാം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മീൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കണം. ഒരുപാടിട്ടങ്ങ് ഇളക്കരുത്. ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകും. ഇനി അടച്ചു വെച്ച് ഒരു 2 നിമിഷം നല്ല വേവിക്കാം. ഇപ്പം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റായെന്ന് നോക്കണം. ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് നമ്മൾ ഇനി പ്രത്യേകിച്ച് പുളി ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നല്ല എണ്ണയെല്ലാം നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ അണച്ചിട്ട് അത് അടുപ്പിൽ തന്നെ ഒരു 5 നിമിഷം അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഇറക്കിയാൽ നല്ല സൂപ്പറായിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. ചോറിനെല്ലാം പറ്റിയ ഒരു നല്ല കറിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.